മധ്യ-കേരളത്തിൽ ക്രൈസ്തവ പിന്തുണയ്ക്കായുള്ള പോരാട്ടത്തിൽ ഏത് കേരള കോൺഗ്രസ് വിജയിക്കും? ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമെന്നാണ്. കാരണം കേരള കോൺഗ്രസുകളുടെ പിന്തുണ ക്രൈസ്തവ സഭയാണ്, കത്തോലിക്ക സഭയാണ്. ഇത്തവണ കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് നിർണായകമാണ്. ഒരേ മുന്നണിയിൽ എത്തിക്കാനുള്ള സഭയുടെ നീക്കം പരാജയപ്പെട്ടതോടെ പിന്തുണയുടെ കാര്യത്തിൽ ആർക്കൊപ്പം എന്നത് കത്തോലിക്ക സഭയും ഇതുവരെ മറ്റൊരു സൂചനയും നൽകിയിട്ടില്ല. അതേസമയം സർക്കാരിനെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ജോസ് കെ മാണിയുടെ അവകാശവാദം. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ജോസഫ് ഗ്രൂപ്പും രംഗത്ത് വരുന്നുണ്ട്. ഇതോടുകൂടി ഈ ചർച്ച ഒരു പുതിയ തലത്തിലേക്ക് പോവുകയാണ്. അതായത് ഇരു കേരള കോൺഗ്രസുകളും തങ്ങൾക്ക് പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ഇത്തവണ മധ്യ കേരളത്തിൻ്റെ തന്ത്രപ്രധാനമായ മണ്ഡലങ്ങളിൽ സഭാ നേതൃത്വം എടുക്കുന്ന നിലപാട് നിർണായകമാണ്. കാത്തറിയണം, കണ്ടറിയണം ഈ നീക്കം എന്താണെന്ന്. ആദ്യം കേൾക്കാം ഇരു രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെയും പ്രതികരണം. ആ ഇഷ്യൂസ് കേരള കോൺഗ്രസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ആ ഇഷ്യൂസിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ഞാനൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ UDF ഞങ്ങളുള്ള ആ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ അത് ക്രൈസ്തവ സഭയ്ക്കിൻ്റെ കാര്യം മാത്രമല്ല, പൊതുജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ ഇടപെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും അതിന് പരിഹാരം കാണുവാൻ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒരിക്കലും ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ വനഭേദഗതി നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അതിനകത്തൊരു ഭേദഗതി വേണമെന്ന് പറഞ്ഞു, അത് നമ്മൾ കൊണ്ടുവന്നു. വനഭേദഗതി നിയമം വന്നപ്പോൾ അത് എതിരായിട്ട് നമ്മുടെ കർഷകരെ ബാധിക്കുമെന്ന് പറഞ്ഞു. അത് അവിടെ നിയമസഭയിൽ കൊണ്ടുവരാനിരുന്നതല്ലേ. അപ്പം നമ്മൾ ഇടപെട്ടു. അത് വിഷമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചു. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു, അത് നമുക്ക് കൊണ്ടുവന്നു. JV കോശി കമ്മീഷൻ, ജസ്റ്റിസ് JV കോശി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ആദ്യമേ നമുക്ക് എന്താ വേണ്ടത്? ഇതുപോലൊരു കമ്മീഷൻ UDF ആണ് ചെയ്യുമോ? ചെയ്യില്ലല്ലോ. കമ്മീഷൻ കൊണ്ടുവന്നു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു പുറത്തുവിട്ടു. അത് സഭയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തു. അതിനകത്ത് ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ സന്യസ്തർക്കുള്ള അവരുടെ പെൻഷൻ, അത് അതിനകത്തുള്ള ശുപാർശയാണ്. അങ്ങനെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്. ഇനിയും പലതും ചെയ്യാനുണ്ട്. അത് ശരിയാണ്. പക്ഷേ ആദ്യമേ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടല്ലേ അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നടപടിയിലേക്ക് പോകും. സന്യസ്തർക്കുള്ള പെൻഷൻ വന്നതിന് ശേഷവും നിലപാട് പറഞ്ഞത്, കത്തോലിക്ക കോൺഗ്രസ് നിലപാട് പറഞ്ഞത് അത് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ടെന്നേ. അതിനകത്ത് മുഴുവനായിട്ടും പുറത്തുവിട്ടു. അതിനകത്ത് ചർച്ചകൾ നടത്തി. സഭാ അധ്യക്ഷന്മാരെ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടി, അത് ചർച്ചകൾ നടത്തി. അപ്പോൾ ഇതെല്ലാം ഒരു നരേറ്റീവിയുടെ ഭാഗം. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അത് മാത്രമല്ല, EWSൻ്റെ കാര്യത്തിൽ, മുനമ്പത്തിൻ്റെ കാര്യത്തിൽ, വന്യമൃഗത്തിൻ്റെ സംരക്ഷണ ബില്ലിൽ ഭേദഗതി നടത്തുന്നത്, പട്ടയത്തിൻ്റെ കാര്യത്തിൽ, ബഫർ സോണിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. സൈലന്റ് ആയിട്ട് ഇടപെട്ടു എന്ന് താങ്കൾ പറഞ്ഞു. രീതിയിൽ ഇടപെട്ടു എന്ന് പറയുന്നത് എന്തിനു വിവാദം ഉണ്ടാക്കുന്ന കാര്യം? അഭിപ്രായം പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം എന്തിനാണ് ഒരു പബ്ലിക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇതര സാമൂഹ്യ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് രാഷ്ട്രീയ നേട്ടമല്ല. അതിനകത്ത് ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ പബ്ലിക്കായിട്ടായിരിക്കാം, ചിലപ്പോൾ സ്വകാര്യമായിട്ടായിരിക്കാം. പക്ഷെ അത് നടപടി ഉണ്ടാകണം. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ഇരിക്കുന്ന കൊമ്പ് വെട്ടാൻ ഞാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കില്ല. അതിൻ്റെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വാക്ക് പോലും എൻ്റെ വായിന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ ജനകീയ വിഷയങ്ങൾ നമുക്ക് അതിനൊരു പരിഹാരം കണ്ടാൽ പോരെ. ജോസ് കെ മാണിയുടെ ആത്മവിശ്വാസം, അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കാർഷിക മേഖലയിൽ, ക്രൈസ്തവ മേഖലയിൽ നന്നായി ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ചില സമയങ്ങളിൽ പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷെ അവസാനം എന്തൊക്കെയാണ് ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെട്ടത്, ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള ആവശ്യമുണ്ടായത്, അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു LDF സർക്കാരിന്റെ ഭാഗമായി ഇരുന്നു കൊണ്ടെന്നാണ്. പരിഹരിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരും കൂടെ ഒന്ന് ചോദിച്ചാൽ നല്ലതായിരിക്കും. 5.5 വർഷം അല്ലെങ്കിൽ 5 വർഷം ഭരണത്തിലിരുന്നിട്ട് ഈ ഭരണം തീരാൻ 2 മാസം ഉള്ളപ്പം ഓടിപ്പിടിച്ച് കുറേ പ്രസ്താവനകൾ നടത്തിയതല്ലാതെ, ഉദാഹരണം പറഞ്ഞാൽ ഭൂപതിവ് ചട്ടം, ഇടുക്കിയിലെ ഭൂപതിവ് ചട്ടം PJ ജോസഫ് നിരന്തരമായിട്ട് അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ്. 3 വാക്കുകൾ എഴുതി ചേർത്താൽ മാറുന്ന വിഷയമുണ്ട് ഇടുക്കിയിൽ. കൃഷിക്കും വീട് പണിയുവാനും മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വിനിയോഗിക്കാമെന്ന 3 ക്ലോസുകൾ ആ ചട്ടത്തിൽ എഴുതി തീർത്താൽ മാറുന്നൊരു വിഷയത്തെ സങ്കീർണമാക്കി ഇന്ന് കൃഷിക്കാരെ ഉദ്യോഗസ്ഥരുടെ ഔദാര്യത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി. പ്രതിപക്ഷ നേതാവ് തുടരെ വന്ന് പ്രസംഗിച്ചു, ഇടുക്കിയിലും പ്രസംഗിച്ചു.
UDF അധികാരത്തിൽ വന്നാൽ ഉപാധിരഹിത പട്ടയം കർഷകർ, അതാണ് ആവശ്യം. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി ഈ 4.5 വർഷം ഇവർ എവിടെയായിരുന്നു? ഏറ്റവും അവസാനം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലും പുറത്തുവിടാൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദം ജോസ് കെ മാണി പറയുന്നുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഈ ഗവൺമെന്റ് അന്ന് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത ദിവസം തന്നെ ആളുകൾ മുറവിളി കൊട്ടിക്കൊണ്ടിരിക്കുക. അതിപ്പോ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നല്ലാതെ എന്താ പറയുക, ഇത്രയും നാളുണ്ടായിട്ട് ഇപ്പോഴാണോ ചെയ്യുന്നത്? ഇടുക്കി പാക്കേജിൽ 12,000 കോടി രൂപയാണ് വിവിധ ഘട്ടങ്ങളായിട്ട് ഇവർ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞതിന് മുമ്പിലത്തെ അസംബ്ലി സെക്ഷനിൽ PJ ജോസഫ് അസംബ്ലിയിൽ ഒരു ചോദ്യം ചോദിച്ചു, ഇടുക്കി പാക്കേജിൽ എത്ര തുക വിനിയോഗിച്ചിട്ടുണ്ട്? അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയത് 12,000 കോടി രൂപയിൽ 53 കോടി രൂപയ്ക്ക് ഭരണാനുമതി കൊടുത്തിട്ടുണ്ട്. എത്ര കോടി ചെലവഴിച്ചിട്ടുണ്ട്? 0. 5 പൈസ ചെലവഴിക്കണം. അപ്പോൾ ഇവരെ ഏത് കാർഷിക മേഖലയിലെ എന്ത് വിഷയം പരിഹരിച്ചു എന്നാണ് ഇവർ പറയുന്നത്? ഈ കുട്ടനാട് സംഭരിക്കുന്ന നെല്ലിന് പോലും ഇവർക്ക് വില കൊടുക്കാൻ പറ്റുന്നില്ല. റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ആ മേഖലയിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ക്ഷേമ പെൻഷൻ 2,500 രൂപയാക്കുമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഈ ഇടയ്ക്ക് ഇലക്ഷൻ എടുത്തപ്പോൾ 2,000 ആക്കി ജസ്റ്റ് ഒന്ന് ഒരാളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ജോസ് കെ മാണി പറയുന്നത് കന്യാസ്ത്രീകൾക്ക് പോലും പെൻഷൻ ഉറപ്പാക്കിയെന്നാണ്. കന്യാസ്ത്രീകൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ തന്നെയാണ് ഇത് ഉറപ്പാക്കിയെന്ന് പറയുന്നത്. അതൊക്കെ ഈ ഒരു സർക്കാർ നയം പ്രഖ്യാപിക്കേണ്ടത് അധികാരത്തിൽ കയറുന്ന ആദ്യത്തെ മാസമോ അല്ലെങ്കിൽ ആദ്യത്തെ ബജറ്റിലാണ്. ഇത് ഇത്രയും നാളും ഇത് ആളുകളെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനത്തെ 2 മാസം വന്നപ്പം പ്രഖ്യാപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവസാനത്തെ 2 മാസമായപ്പോഴത്തേക്കും 1000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിലുള്ളതാണ്. 4.5 വർഷം എന്ന് പറഞ്ഞാൽ 54 മാസമാണ്. ഈ 4.5 വർഷം ഇവർ 1000 രൂപ വെച്ച് ഈ സ്ത്രീകൾക്ക് കൊടുത്തില്ലെങ്കിൽ 54,000 രൂപ ഓരോ സ്ത്രീകൾക്കും ഈ സംസ്ഥാനത്തെ ഈ സർക്കാർ കടപ്പെട്ടിരിക്കുക. ഈ അവസാനത്തെ മാസം വന്നിട്ട് ഇങ്ങനെ ജനക്ഷേമ നടപടിയെന്ന് പറഞ്ഞ് ചുമ്മാ ആളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വെച്ചാൽ അത് ജനം തിരിച്ചറിയും. ക്രൈസ്തവ സഭകൾ ഇപ്പോൾ മൗനം പാലിക്കുകയാണോ? അവർ UDFന് അനുകൂലമായി ചിന്തിക്കുമെന്ന രീതിയിൽ വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അവസാനം ക്രൈസ്തവ മേഖലയ്ക്കായി നൽകിയ ഈ ആനുകൂല്യങ്ങൾ, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതടക്കം സഭ സംതൃപ്തരാണെന്ന് തോന്നുന്നില്ല പിണറായി സർക്കാരിൽ? അങ്ങനെയാണെങ്കിൽ അല്ല, സഭ അങ്ങനെ ഒരു നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ ഒന്നും ഇടപെടാറില്ല. പിന്നെ ഈ ഒരു കഴിഞ്ഞ 4.5 വർഷം ഈ സർക്കാർ ചെയ്ത കൊള്ളരുതായ്മകൾ അത് സഭയെന്നല്ല, ഈ കേരളത്തിലെ ഈ ഓരോ വ്യക്തികളും, നമ്മൾ ഇവിടെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ ഭരണം മടുത്തു, ഇനി ഇവരെ അധികാരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ഈ അഹങ്കാരമുള്ള ഈ ഒരു കൂട്ടരെ താഴെ ഇറക്കാൻ അവർ മുന്നിട്ട് ഇറങ്ങുമെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും വിലയിരുത്തൽ. അപ്പോൾ ഇത് സഭ അല്ലെങ്കിൽ സമുദായം എന്നുള്ളതല്ല, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇന്ന് ഈ സർക്കാരിന് എതിരാണ്.